തൃശൂർ ഇരിങ്ങാലക്കുട കല്ലിൻകുന്നിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് ജപ്തി ഭീഷണിയെ തുടർന്നാണെന്ന് കുടുംബത്തിന്റെ ആരോപണം. കല്ലങ്കുന്ന് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത അശോകനാണ് കഴിഞ്ഞ 14-ന് ആത്മഹത്യ ചെയ്തത്. വായ്പ മുടങ്ങിയതോടെ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും കുടുംബാംഗങ്ങൾ പറഞ്ഞു. 2019-ലാണ് കല്ലങ്കുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 3 ലക്ഷത്തിലധികം രൂപ അശോകൻ വായ്പയെടുത്തത്. വീട് പണി പൂർത്തിയാക്കാനാണ് വായ്പയെടുത്തത്. കോവിഡ് കാലമായതോടെ അശോകന് ജോലി പ്രതിസന്ധി നേരിട്ടതിനാൽ തിരിച്ചടവ് മുടങ്ങി. ഇതോടെ ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണിയുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ 14-നാണ് അശോകൻ ആത്മഹത്യ ചെയ്യുന്നത്. ബാങ്കിൽ നിന്നും അധികൃതർ വീട്ടിലെത്തി ജപ്തി ഭീഷണി മുഴക്കിയതിന്റെ മനോവിഷമത്തിലാണ് അശോകൻ ആത്മഹത്യ ചെയ്തതെന്ന് ഭാര്യ പറയുന്നു. 2 ലക്ഷം എടുത്ത് പിന്നെ കുറച്ചടച്ചിട്ട് പിന്നെ പറ്റാണ്ടായി. അപ്പോൾ പിന്നെ പുതുക്കി 2 പ്രാവശ്യമായിട്ട് പുതുക്കി 4 ലക്ഷത്തി 5 ലക്ഷത്തോളമായി. അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായി, ഭീഷണി പോലെ ആൾക്ക്. അപ്പോൾ ആൾക്ക് സഹിക്കാൻ പറ്റില്ല. അന്നെ അറിയിക്കാണ്ടാണ് ഈ പണി ചെയ്തത്. കുടുംബം നോക്കിയായിരുന്ന ആളാണ്, അത് പറ്റാണ്ടായിപ്പോൾ. അശോകനും ഭാര്യ പ്രമീളയും മകനും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. മരിച്ചതിനു ശേഷം ബാങ്ക് അധികൃതരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. അമൃത ന്യൂസ്, തൃശൂർ.